നമസ്കാരം. ഇതാണ് വയനാട് ചുരത്തിന്റെ ആരംഭം. ഇവിടെ നിന്ന് പോകുന്ന ആംബുലൻസുകളിൽ ഒട്ടനവധി ജീവനുകൾ ഈ ചുരത്തിന്റെ തിരക്കിനിടയിൽപ്പെട്ട് അലിഞ്ഞില്ലാതായിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തുന്നതിന് മുമ്പ് തന്നെ പലരുടെയും ജീവൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പല ആളുകളും ജീവിതം കരുപ്പിടിപ്പിക്കാനുള്ള യാത്രക്കിടയിൽ ഇന്റർവ്യൂവിനാകാം അങ്ങനെ പല കാര്യങ്ങൾക്കും പോകുന്നതിനിടയ്ക്ക് ട്രെയിൻ മിസ്സായിട്ടുണ്ട്. ഈ ചുരത്തിലെ തിരക്കിനിടയിൽ ഇന്നും തിരക്ക് തന്നെയാണ്. ഒട്ടനവധി ജനപ്രതിനിധികൾ മാറി മാറി പോയിട്ടും ഈ തിരക്കിനൊരു പരിഹാരമായിട്ടില്ല. വലിയ ചരക്ക് വണ്ടികൾ ഇതിലെ കടന്നു വരുന്നു. ഈ ചെങ്കുത്തായിട്ടുള്ള ഈ വളവുകളിൽ അത് ബ്ലോക്കാകുന്നു. മണിക്കൂറുകളോളം നിശ്ചലമാകുന്നു. ഓരോരുത്തരുടെയും പ്രതീക്ഷകളാണ് ഇല്ലാതാവുന്നത്. എങ്ങനെ ഇത് സംഭവിക്കുന്നു, എന്താണ് ഇതിനൊരു പരിഹാരം, ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുകയാണ്. നിങ്ങൾക്കേവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. കരിവീട്ടിയുടെ കരുത്തുമായി കുന്ന് കയറിയിറങ്ങിയ കരിന്തണ്ടൻ കാണിച്ചു കൊടുത്ത വഴി. ചതിയുടെ കഥ പറയുന്ന ഈ പാത ഒരു ജനതയുടെ ഹൃദയത്തുടിപ്പാണ്. വികസനമില്ലായ്മയുടെ പൊറുതിമുട്ടലിൽ വയനാട് വീർപ്പുമുട്ടുമ്പോൾ അതിനേറ്റവും ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാനുള്ളത് ഈ ചുരം തന്നെയാണ്. ഒരു ബദൽ പാത എന്നത് വയനാട്ടുകാരുടെ മോഹമായി തന്നെ അവശേഷിക്കുന്നു. ചുരത്തിൽ ചരക്ക് ലോറികളും വലിയ വാഹനങ്ങളും കടന്നു പോകുന്നതും ഇടുങ്ങിയ വളവുകളിൽ അവ കുടുങ്ങുന്നത് മൂലമുണ്ടാകുന്ന ഗതാഗത കുരുക്ക്, അവ മൂലം എത്രയോ വയനാട്ടുകാരുടെ ജീവൻ പൊലിയുന്നു. ഇതിനെന്താണൊരു പരിഹാരം? വലിയ വാഹനങ്ങൾ പാതിരാത്രി ഒരു 12 മണിക്ക് ശേഷം മാത്രം ഈ വഴി കടന്നു പോകാവൂ എന്നുള്ള ഒരു നിയമം കൊണ്ടുവരികയാണെങ്കിൽ ഒരു പരിധിവരെ ഇവിടെയുള്ള ഇത്തരം ബുദ്ധിമുട്ടുകൾക്ക് ഒഴിവാക്കാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ ബദൽപാതകൾ, പടിഞ്ഞാറത്തറ പുഴിത്തോട് റോഡ്, മേപ്പാടി നിലമ്പൂർ റോഡ് എന്നിവ അടിയന്തര പ്രാധാന്യം നൽകിക്കൊണ്ട് പൂർത്തിയാക്കാൻ സാധിച്ചാൽ ഈ ചുരം വഴിയുള്ള ഗതാഗത തിരക്ക് കുറയ്ക്കാൻ അത് വലിയ സഹായകരമാവും. പക്ഷേ ഇവിടെ മാറി മാറി ഭരിക്കുന്ന ആളുകളും, ഈ മുൻ മന്ത്രിസഭയിൽ ഒരു മന്ത്രി OR കേളു വയനാട്ടിൽ നിന്നുണ്ടായിരുന്നു. നിലവിൽ ടി സിദ്ദിഖ് മന്ത്രിയാണ്. UDF കേന്ദ്രത്തിലും കേരളത്തിലും എല്ലാം അധികാരത്തിൽ ഇരുന്ന കാലഘട്ടങ്ങളിലും ഇതിനൊന്നും ഒരു പരിഹാരവും കാണാൻ സാധിച്ചിട്ടില്ല. നോക്കൂ, താഴെ നിങ്ങൾ കാണുന്ന ഈ കാഴ്ചകൾ ചുരത്തിൻ്റെ തിരക്കിനിടയിൽ കുടുങ്ങിക്കിടക്കുന്ന വാഹനങ്ങളുടെ നിരയാണ്. അത് 1-ാം വളവിൽ നിന്ന് 9-ാം വളവ് ഈ വയനാട് ഗേറ്റ് വരെ എത്തുന്ന, അതും മറികടന്നു കൊണ്ടുപോയി വൈത്തിരിയും മറികടന്ന് ചുണ്ടയിൽ വരെ എത്തി നിൽക്കുന്ന ഗതാഗതക്കുരുക്ക് ചില ദിവസങ്ങളിൽ ഉണ്ടാവാറുണ്ട്. ഇത് എത്രത്തോളം ബുദ്ധിമുട്ടാണെന്ന് അനുഭവിച്ചറിഞ്ഞവർക്കേ അറിയൂ. ഓരോ മിനിറ്റിലും നമുക്കറിയാം, ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ പോലും ആംബുലൻസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരുടെ ജീവനും കയ്യിൽ പിടിച്ചുകൊണ്ടുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കുള്ള യാത്രയാണ്. അത്രയും പ്രധാനപ്പെട്ട ഒരു പാതയാണിത്. ഒട്ടനവധി ചുരങ്ങളുണ്ട്. നാടുകാണി ആയിക്കോട്ടെ, ബോയ്സ് ടൗണിൽ നിന്നുള്ള പാൽച്ചുരം ആയിക്കോട്ടെ, പേരിയ ചുരം ആയിക്കോട്ടെ, കുറ്റ്യാടി ചുരം ആയിക്കോട്ടെ, പക്ഷേ ഇത്രത്തോളം വയനാടൻ ജനങ്ങൾ ഉപയോഗിക്കുന്ന മറ്റൊരു ചുരം ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷേ ഇപ്പോഴിതാ 7 ഹെക്ടറോളം കേന്ദ്ര ഗവൺമെൻറ് വനംവകുപ്പ് അനുവദിക്കുകയും അതിനുള്ള ചുരം വീതി കൂട്ടൽ പദ്ധതി തുടങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ തിരക്ക് മറ്റൊന്ന്, മഴക്കാലമായി എപ്പോഴും ചുരം ഇടിയുന്നു. ഇതിനൊരു ബദൽ പാത എന്നുള്ളത് സ്വപ്നങ്ങളായിക്കൊണ്ടിരിക്കുകയാണ്, സ്വപ്നങ്ങളായി തന്നെ അവശേഷിക്കുകയാണ്. നമുക്ക് തുരങ്കപാത വരുന്നു, അത് എത്ര കാലം ഇനി എടുക്കും എന്നറിയില്ല. എന്തായാലും വയനാട്ടുകാരൻ്റെ ഈ നീറുന്ന പ്രശ്നം പരിഹരിക്കപ്പെടാതെ പതിറ്റാണ്ടുകളായി അതുപോലെ തന്നെ നിലനിൽക്കുകയാണ്. നിലവിൽ താമരശ്ശേരി ചുരമെന്നും വയനാട് ചുരമെന്നും മാറി മാറി അറിയപ്പെടുന്ന ഈ ചുരം അത് വയനാടിന് അവകാശപ്പെട്ടത് തന്നെയാണ്, വയനാടിന്റെ ജീവനാഡിയാണ്. പക്ഷേ ഇതിന്റെ ഭരണപരമായ കാര്യങ്ങൾ ചെയ്യുന്നത് കോഴിക്കോട് കളക്ടറായതുകൊണ്ട് തന്നെ വയനാട്ടുകാർക്ക് വലിയ ബുദ്ധിമുട്ട് ഇക്കാര്യത്തിൽ അനുഭവപ്പെടുന്നുണ്ട്. ഈ ചുരം വയനാടിന് പൂർണ്ണമായും വിട്ടുകൊടുക്കാൻ കേരള സർക്കാർ തയ്യാറാകണം. കാരണം ഇത് വയനാടിന്റെ ആവശ്യമായതുകൊണ്ട് തന്നെ ഈ ചുരം എന്നത് വയനാടിന്റെ ജീവന്, ഇല്ലെങ്കിൽ വയനാട്ടുകാരുടെ ജീവൻ അത്രയും പ്രധാനപ്പെട്ട ഒരു ഘടകമായതുകൊണ്ട് തന്നെ ഈ വയനാട് ചുരത്തിന്റെ നിയന്ത്രണം എല്ലാ അർത്ഥത്തിലും വയനാട് ജില്ലാ കളക്ടർക്ക് വിട്ടു നൽകിക്കൊണ്ടുള്ള ഉത്തരവ് പാസാക്കാൻ ഗവൺമെന്റുകൾ തയ്യാറാകണം എന്നുള്ളത് തന്നെയാണ് അതിപ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യം.
യാത്രാ പ്രശ്നം തന്നെയാണ് വയനാട്ടുകാരൻ്റെ ഏറ്റവും ജീവൽ പ്രശ്നം. നോക്കൂ, അത് പരിഹരിക്കപ്പെടാതെ കിടക്കുന്നു. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ആലോചനയിലുണ്ടായ നിലമ്പൂർ നെഞ്ചങ്കോട് റെയിൽവേ പാതയ്ക്ക് പോലും സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷമായിട്ടും അതിനുള്ള പരിഹാരമായിട്ടുള്ള അതിനുള്ള ആലോചനയില്ല. വെള്ളക്കാരൻ പോയി കൊള്ളക്കാരൻ വന്നു എന്ന വാക്കിനെ അന്വർത്ഥമാക്കും വിധം വയനാടുകാരൻ്റെ പ്രശ്നങ്ങൾ ആരും പരിഗണിക്കപ്പെടാതിരിക്കുന്നു. ഈ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടികളുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ തന്നെ വയനാട്ടുകാരെ പ്രതിനിധീകരിക്കുമ്പോഴും ആ പ്രശ്നങ്ങൾ അതുപോലെ കിടക്കുന്നു. തലശ്ശേരി മൈസൂർ റെയിൽവേ പാതയ്ക്ക് വേണ്ടി കണ്ണൂർ ലോബി, ഇടതുപക്ഷത്തിലെ കണ്ണൂർ ലോബി അട്ടിമറിച്ചതാണ് ഈ നെഞ്ചങ്കോട് നിലമ്പൂർ റെയിൽവേ. അതില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഒ രാജഗോപാൽ മന്ത്രിയായിരിക്കെ പിങ്ക് ബുക്കിൽ ഉൾപ്പെടുത്തിയതാണ്. സർവേക്ക് ഫണ്ടും അനുവദിച്ചു. എന്നിട്ടും അതിന് വേണ്ട പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങാനുള്ള സഹകരണം പോലും കേരളം മാറി മാറി ഭരിച്ച സർക്കാരുടെ കൈകളിൽ നിന്നുണ്ടായിട്ടില്ല. ഈ റോഡ് പോലെ തന്നെ, ചുരം റോഡ് പോലെ തന്നെ നമ്മുടെ റെയിൽവേ സ്വപ്നങ്ങളും സ്വപ്നങ്ങളായി തന്നെ അവശേഷിക്കുന്നു. ഇതിന് പരിഹാരം എന്നുണ്ടാകും എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ഈ പോകുന്ന ആംബുലൻസിനകത്തും ഒരു കുടുംബത്തിൻ്റെ പ്രാർത്ഥനകളുണ്ട്, പൊരുതുന്ന ഒരു ജീവനുണ്ട്, കണ്ണീരുണ്ട്. ചുരത്തിലെ തിരക്കിൽപ്പെട്ട് ഇവ അസ്തമിച്ചിട്ടില്ലെങ്കിൽ ആ ജീവൻ തിരിച്ചു കിട്ടും. ഓരോ വയനാട്ടുകാരനും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത്തരം ഒരു പ്രതിസന്ധി നേരിട്ടിട്ടുണ്ട്. അവൻ്റെ പ്രാർത്ഥനയാണ് ഈ ചുരത്തിലെ തിരക്കുകളിൽ നിന്നൊഴിവായിട്ടുള്ള ഒരു യാത്ര എന്നത്. നന്ദി, നമസ്കാരം.